ത്രിയേക ദൈവത്തിൻ്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധിയായ ദൈവമാതാവിൻ്റെ പുകഴ്ചയുടെ പെരുന്നാളാണ്. മാതാവിൻ്റെ പല പെരുന്നാളുകൾ നമ്മൾ ഒരു വർഷത്തിൽ നടത്താറുണ്ട്. ജനുവരി 15, മാർച്ച് 25, മെയ് 15, ഓഗസ്റ്റ് 15. അതുപോലെ തന്നെ കർത്താവിൻ്റെ തിരുജനനത്തിന് മുമ്പ് കന്യമറിയാമിനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ച, അതുപോലെ ഇന്നത്തെ ഈ പെരുന്നാൾ. ഇതുകൂടാതെ എല്ലാ ബുധനാഴ്ചയും മാതാവിനോടുള്ള പ്രത്യേകമായ മധ്യസ്ഥതയുടെ ദിവസങ്ങളാണ്. അതും കൂടാതെ എല്ലാ യാമങ്ങളും നമ്മൾ നമസ്കരിക്കുമ്പോൾ കന്യമറിയാവിൻ്റെ മധ്യസ്ഥതയിൽ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനമെന്നുള്ള ആ കൗമാരുടെ ഭാഗവും ചൊല്ലുന്നു. മാതാവിൻ്റെ പ്രത്യേകതകൾ ഏറെ ഉണ്ടെന്നുള്ളത് കാണിക്കുന്നതാണ് സഭയിലിങ്ങനെ ഒരു വർഷം മുഴുവനും എല്ലാ ദിവസങ്ങളിലും ഉള്ള നമസ്കാരത്തിൽ കാണുന്നത്. കഷ്ടാനുഭവാഴ്ചയുടെ ദിവസങ്ങൾ ഒഴിച്ച് എല്ലാ ദിവസങ്ങളിലും മാതാവിനോടുള്ള മധ്യസ്ഥത പ്രത്യേകമായി സമർപ്പിക്കുന്നു. ദൈവത്തെ പ്രസവിച്ചവൾ ദൈവജനിത്രി എന്നാണ് പിതാക്കന്മാർ മാതാവിനെ കുറിച്ച് പറയുന്നത്. ഇത്രയും ഉന്നതമായ പദവിയിലായിരുന്നിട്ടും മാതാവ് ഒരു സാധാരണക്കാരിയായ സ്ത്രീയായി അവരുടെ ജീവിതകാലം മുഴുവനും ജീവിച്ചു. കർത്തൃകൽപ്പന പ്രകാരം കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധരായ ശിഷ്യന്മാരും കന്യമറിയാം ഉൾപ്പെടെ ഒരു 120 പേർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചതായി അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ പറയുന്നു. അവിടെയും അമ്മ ഒരു നേതൃസ്ഥാനത്തിരുന്ന് എന്നൊന്നും പറയുന്നില്ല. അവരിൽ ഒരാളായി അവരോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു എന്നാണ്. കന്യമറിയാം അമ്മയ്ക്ക് എപ്പോഴും നമ്മളോട് പറയാനുള്ളത് ആ കല്യാണ വിരുന്നിന്, കാനാവിലെ കല്യാണ വിരുന്നിന് പറഞ്ഞത് മാത്രമാണ്. അവിടുത്തെ പരിചാരകന്മാരോടായിട്ട് കന്യമറിയാം പറയുന്നു, അവൻ കൽപ്പിക്കുന്നത് നിങ്ങൾ പ്രവർത്തിപ്പിക്കും. കർത്തൃകൽപ്പന പ്രകാരം നമ്മൾ പ്രവർത്തിക്കുവാനാണ് അമ്മ എല്ലായ്പ്പോഴും നമ്മളെ ഓർപ്പിക്കുന്നത്. എന്നാൽ പുതിയ വിശ്വാസത്തിൽപ്പെട്ട ചിലരൊക്കെ മാതാവിനൊരു സ്ഥാനവുമില്ല എന്ന് പറയുന്നതും ശരിയല്ല. അവർ അതിനു വേണ്ടി എടുത്തു കാണിക്കുന്ന വാക്യം, നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്ത് നിന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചിലർ വന്ന് കർത്താവിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ കർത്താവ് പറയുന്നു, എൻ്റെ അമ്മയാര്, എൻ്റെ സഹോദരങ്ങളാര്? പിന്നെ തൻ്റെ അടുക്ക് നിൽക്കുന്നവരെ കാണിച്ചുകൊണ്ട് പിതാവിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും എന്ന് പറഞ്ഞു. ഈ വാക്യം പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിധത്തിൽ ഉദ്ധരിക്കാറുണ്ട് അവരൊക്കെ. എനിക്കമ്മയാര്, എൻ്റെ സഹോദരങ്ങളുമാര് എന്ന് പറയുമ്പോൾ അമ്മയെക്കുറിച്ച് വലിയ ബഹുമാനമില്ലാതാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ചിലർ വ്യാഖ്യാനിക്കുന്നത്. അതിന് വ്യാഖ്യാനമെന്നല്ല, ദുർവ്യാഖ്യാനമെന്നാണ് പേര്. കാരണം ഇത് പരസ്യ ശുശ്രൂഷയുടെ ഒരു അവസരത്തിലാണ് നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അവൻ ഏകദേശം 30 വയസ്സായിരുന്നു എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പരസ്യ ശുശ്രൂഷയുടെ ഏത് ഘട്ടത്തിലാണ്, എത്രാമത്തെ 3-3.5 വർഷക്കാലം ഉണ്ടായിരുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിലേത് ഘട്ടത്തിലാണ് ഇത് സംഭവിച്ചതെന്ന് വലിയ നിശ്ചയമൊന്നുമില്ല. അവിടെ ഓർക്കുവാനുള്ളത്, വചനിപ്പ് സമയത്ത് ദൈവത്തിൻ്റെ മാലാഖയായ ഗബ്രിയേൽ കർത്താവിൻ്റെ അരുളപ്പാടിനെ, ദൈവത്തിൻ്റെ അരുളപ്പാടിനെ കന്യമറിയാമിനോട് അറിയിക്കുന്നു.
അവിടെ അറിയിക്കുന്നത് നിന്നിൽ നിന്ന് ഒരു പുത്രൻ ജനിക്കും, അവൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നാണ് പറയുന്നത്. ഒരു ചെറിയ ബാലിയ അല്ലെങ്കിൽ 15 16 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടി അതിനിതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നിട്ട് പറയുകയാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ മാലാഖ പറയുന്നു, ഞാൻ ഗബ്രിയേലാണ്, അതുപോലെ തന്നെ നിന്റെ ചാർച്ചക്കാരിയായ ഏലിസബേത്ത് ഈ വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു, മച്ചി എന്ന് വിളിച്ചിരിക്കുന്നവർക്ക് ഇത് 6-ാം മാസമാകുന്നു എന്നൊക്കെ വിശദീകരിച്ച് പറയുമ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്, നമ്മൾ കണക്ക് പറഞ്ഞാൽ 30 കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പ് കന്യമറിയാമിൻ്റെ സന്നിധിയിൽ ഗബ്രിയേൽ മാലാഖ വന്നപ്പോൾ തന്നെ അവൾ ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിച്ചെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടപ്രകാരം എനിക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരാളിനെയാണ് കാണുന്നത്. അപ്പോൾ കന്യമറിയാമ്മ ആ സമൂഹത്തിലല്ല, വർഷങ്ങൾക്ക് മുമ്പ് ദൈവസന്നിധി തന്നെ സമർപ്പിച്ചു. പിതാവിൻ്റെ ഇഷ്ടം അവളിൽ നിറവേറുകയും ചെയ്തു. ആ ഒരു വലിയ സത്യം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. ഇങ്ങനെയുള്ള നൂതന വിശ്വാസമായി പറയുന്നവരോട് ഈ മറുപടി നിങ്ങൾക്ക് തീർച്ചയായും പറയാവുന്നതാണ്. മാതാവിൻ്റെ ജീവിതം മുഴുവനും ക്ലേശപൂർണമായ ഒന്നായിരുന്നു. നമ്മളിൽ ഇവിടെ ഇരിക്കുന്നവരിൽ പലരും വന്നിരിക്കുന്നത് പല ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കിട്ടുവാൻ ഈ പരിശുദ്ധ പിതാവിനോട് പറഞ്ഞ് മധ്യസ്ഥത അർപ്പിക്കുവാനാണ്. ഇവിടെ അനേകരുടെ കണ്ണുനീര് വീഴുന്നുണ്ട്. എന്താണ്? ജീവിതത്തിൻ്റെ ഒത്തിരി ഭാരവും പ്രയാസവും ഒക്കെ ഈ കബറിങ്കിലും ഈ പിതാവിൻ്റെ കട്ടിലിൻ്റെ ചുവട്ടിലുമൊക്കെ വീഴുന്നു. അവിടെ അവരുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വിശുദ്ധന്മാർക്കും ശുദ്ധിമതികൾക്കും ഒക്കെ, എല്ലാ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും നാഥയായ കന്യമറിയാമിനും അമ്മയ്ക്കും ജീവിതത്തിൽ ഉടനീളം ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കൊച്ചു ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ പ്രയാസം വരുന്നവരുണ്ട്. ആ പ്രയാസത്തിന് നീക്കുപോക്കിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കുന്നു. അപേക്ഷിക്കരുതെന്നും ഞാൻ പറഞ്ഞില്ല. എന്നാൽ നമ്മളെക്കാൾ എത്രയോ മടങ്ങ് ഈ പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ അനുഭവിച്ചവരാണ് അനുഭവിച്ച ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ച ആളാണ് കർത്താവ്. കാരണം ലോകത്തിൻ്റെ പാപത്തിൻ്റെ ഭാരം മുഴുവൻ തൻ്റെ മേൽ വന്നു. നമുക്ക് നമ്മുടെ ഭാരമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഭാരം കൂടെ, അല്ലെങ്കിൽ ബലഹീനരായ ഞങ്ങൾക്ക് മെത്രാസനത്തിൻ്റെ ഭാരം, പരിശുദ്ധ പാതിരിമേനിക്ക് സഭയുടെ ഭാരം. എന്നാൽ ഇതല്ല, ലോകത്തിൻ്റെ മുഴുവനും പാപത്തിൻ്റെ ഭാരം കർത്താവിൻ്റെ മേൽ വന്നത് അനുഭവിക്കുന്ന കർത്താവാണ് നമുക്ക് ഏറ്റവും വലിയ മാതൃക. പരിശുദ്ധിയായ അമ്മ തിരുവചനം, ഗബ്രിയേൽ മുഖാന്തരമുള്ള വചനം കേട്ട് സ്വീകരിക്കുന്നത് മുതൽ തൻ്റെ വാങ്ങിപ്പിൻ്റെ അവസരം വരെ ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ചു. നമ്മളെക്കാൾ കൂടുതൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചവരുടെ മുമ്പിലാണ് നമ്മൾ ചെന്ന് ഈ അപേക്ഷകൾ സമർപ്പിക്കുന്നത്. അപ്പോൾ അവരനുഭവിച്ചതിൻ്റെ ഒരു ചെറിയ അംശം പോലും നമ്മൾ അനുഭവിക്കുന്നില്ല. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും മധ്യസ്ഥത മുഖാന്തരമായി അർപ്പിക്കുന്നു. മാതാവിൻ്റെ ഈ പുകഴ്ചയുടെ പെരുന്നാൾ സംബന്ധിച്ച നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ നിന്ന് എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുമാറാകട്ടെ.